കൃഷ്ണേ, എവിടേക്കാടി ഓടി പോകുന്നേ? നേരെ എത്രയെന്ന് അറിയോ? വാ ഇങ്ങോട്ട്, വന്ന് വീട്ടിൽ കയറ്. രണ്ടെണ്ണത്തിനോടും കൂടെ ഞാൻ ഈ പറയുന്നത്. വരാൻ പറഞ്ഞില്ലേ? അയ്യോ എന്റെ പൊന്നു മോളെ, നിന്റെ അച്ഛൻ ആക്സിഡന്റ് പറ്റിയടി. അങ്ങേരെ അവിടെ ചോരയെ കുളിച്ച് കിടക്കാണെന്ന്. ആക്സിഡന്റോ? ഈ കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം, ആരും അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നില്ല. റോഡിൽ സൈക്കിൾ തട്ടി ആരെങ്കിലും ബാലൻസ് തെറ്റി വീണാലും അതിനെ ആക്സിഡന്റ് എന്ന് പറയൂ. ഇതും അതുപോലെയാ. നീ നേരിട്ട് കണ്ടോ? ഇല്ലല്ലോ. സൈക്കിൾ തട്ടി വീണ പോലെയാണെങ്കിൽ അങ്ങേര് പിന്നെന്താ എന്നോട് ഫോണിൽ സംസാരിക്കാത്ത? ഇതൊന്നുമല്ല, ശ്രീടച്ചന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അയ്യോ എന്റെ കാര്യക്കൊത്തിയമ്മേ, എന്റെ ദേഹം മുഴുവൻ ഇറക്കിയാണല്ലോ. അയ്യോ ഞാനിപ്പോ ബോധം കെട്ടി വീഴുക. അയ്യോ 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 ശ്രീടച്ച, എന്താ അമ്മായിച്ചി, എന്താ ഇതൊക്കെ? എപ്പോഴാ ആക്സിഡന്റ് പറ്റിയത്? എവിടെ വെച്ചാ? ഇവിടെ അടുത്ത് തന്നെ കാറ് തട്ടി ചിറ്റപ്പം വീണതാ. അത് ഓടിച്ചു വരുമ്പോ ഞാൻ ഫോണിൽ സംസാരിച്ചു. അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ ചിറ്റപ്പനെ കൊണ്ടുവന്നോളൂ. കുഞ്ഞമ്മ ഇവിടെ കിടക്കട്ടെ, നീ വാ, നമുക്ക് പുറത്തുപോയി വെയിറ്റ് ചെയ്യാം. കരയില്ല ശ്രീകുട്ടി. പതുക്കെ സൂക്ഷിച്ചിറങ്ങേട്ടാ. നടക്കേട്ടാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാൻ ചേട്ടനെ. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് നടക്കാൻ പറ്റും. നിങ്ങൾ പോയിക്കോ, ഞാൻ ഓൾറൈറ്റാണ്. ഏയ് അത് സാരമില്ല ചേട്ടാ, ഏതായാലും ഞങ്ങൾ ഇതുവരെ വന്നില്ലേ, വീട്ടിലാക്കി തരാം. പതുക്കെ നടന്നാ മതി. നിങ്ങൾ പോയിക്കോ, അവിടെ തന്നെ എന്റെ വീട്. ഒന്ന് നീട്ടി തുപ്പിയ മുറ്റത്ത് വീഴും. ഞാൻ പോയിക്കോളാം ഒറ്റയ്ക്ക്. നിങ്ങൾ മെനക്കെടണമെന്നില്ല. അല്ല എന്നാലും ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ എന്നെയും താങ്ങി പിടിച്ചു വരുന്നത് കണ്ട വീട്ടുകാർ പേടിക്കും. എന്റെ ഭാര്യയുടെ സ്വഭാവം വെച്ച് അവള് ചിലപ്പോ നിങ്ങളെ വലിച്ചേറി അടുപ്പിൽ വെക്കുകയും ചെയ്യും. അതുകൊണ്ടാ ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, നിങ്ങൾ മടങ്ങിക്കോളൂ. കൊടുത്തേ ചേട്ടാ, ഒരു മിനിറ്റ്. ചേട്ടൻ വേറൊന്നും വിചാരിക്കരുത്. നാളെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഇത് കയ്യിൽ വെച്ചോളൂ. പ്ലീസ് ചേട്ടാ, ചേട്ടൻ വാങ്ങണം ഇത്. സോറി, നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ആശുപത്രി പോയിക്കോളാം. ഇപ്പൊ എനിക്ക് ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായത് എന്റെ വിഷമം. എനിക്ക് ഈ കാശിന്റെ ആവശ്യമില്ല കുട്ടി. വേണ്ട സാർ, ഇത് പിന്നെ ഇനിയെങ്കിലും പോകുമ്പോ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. അതാണ് എല്ലാവർക്കും നല്ലത്. ശരി ചേട്ടാ, ശ്രദ്ധിച്ചോളാം. ശരിയപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്.
ഓ മൈ ഗോഡ്, രഘു എന്ത് അതിശയായിരിക്കുന്നല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ആക്സിഡന്റ് പറ്റിയാൽ പോലും സാധാരണ ആൾക്കാരൊക്കെ പണം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കും. ബട്ട് സിംപ്ലി ഈസ് ഗ്രേറ്റ്. ഇങ്ങനെ മനുഷ്യരുണ്ടോ ഇക്കാലത്ത്? യു ആർ റൈറ്റ് രേഖ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് സാധാരണ മനുഷ്യരെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാണ്. പണക്കാരെക്കാൾ നല്ല മനുഷ്യർ കൂടുതലുള്ളത് ഇത്തരക്കാരുടെ ഇടയിലാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ശരിയാ, യു ആർ റൈറ്റ്. എന്നാലും ഇനി വണ്ടി ശ്രദ്ധിച്ച് ഓടിച്ചു പോണം. എല്ലായിടത്തും ഇതുപോലെ നല്ല മനുഷ്യര് കാണണമെന്നില്ല. വാ പോ. രഘു, 1 minute. എന്തോ ഞാൻ ഈ സ്ഥലത്ത് നേരത്തെ വന്നതുപോലൊരു ഫീലിംഗ്. ദേ അവിടെ ആ ടേണിങ്ങിൽ ഞാൻ വണ്ടി വളച്ചു പോയിട്ടുണ്ട്. അതിനിതെന്താ, പാർക്കോ മറ്റോ ആണോ? ഏയ് പാർക്കല്ല രഘു, എന്നാലും എപ്പോഴും ഒരിക്കൽ. ശരി, ആയിക്കോട്ടെ, പോവാം നമുക്ക്. വണ്ടി കയറും. കരയില്ല ശ്രീകുട്ടി, ഒന്നും പറ്റിയിട്ടില്ലെന്ന് വെറുതെ കരയാതെ. ദേ ചിറ്റപ്പൻ. അച്ഛാ, ചോരയൊന്നും വന്നില്ലേ? ഞാൻ വിചാരിച്ചു ഉടുപ്പൊക്കെ കീറി ശരീരമൊക്കെ ഒരഞ്ഞ് ചോരയൊക്കെ ഒലിച്ച്. യോ നാമോളെ ചോരൊന്നും പറയാതെടി. ചാവാത്ത എന്നെ നീ വർത്താനം പറഞ്ഞു കൊല്ലൂലോ. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ. ഇത് വീണപ്പോ കാലിന്റെ കുഴ തെറ്റിയതാ. അയ്യോ, നീരും കേറിയിട്ടുണ്ട്. അകത്ത് മുറിവുണ്ടോന്ന് നാളെ നോക്കാം. ഇപ്പൊ വേണ്ടത് അനക്കം തട്ടാതെ കാല് കെട്ടിവെക്കാന്നതാ. ചിറ്റപ്പ ഇരിക്ക്, ഞാൻ ബാൻഡേഡ് എടുത്തിട്ട് വരാം. പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ അയ്യോ. ചെറിയ തരിപ്പും വേദനയൊക്കെ കാണും. കുറച്ചു ദിവസം പണി കിട്ടിയെന്ന് പറഞ്ഞാ മതി. ചിറ്റപ്പനൊന്നും അനങ്ങാതിരിക്കും. കഷ്ടം. ആ നശിച്ചവനെ കണ്ണുകൊണ്ടുവിടായിരുന്നോ? നാശങ്ങള്. നാട്ടുകാരുടെ കാലിലൂടെ കാർ ഓടിക്കാൻ അവനെന്താ കള്ളു കുടിച്ചോണ്ടാണോ വണ്ടി ഓടിച്ചത്? എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ മിണ്ടാതിരുന്നോ? കാണുമ്പോ എന്റെ കണ്ണി കലി കയറി വരുവാ. എന്റെ ദൈവമേ, ഈ കാലിനേക്കാൾ വേദന ഇവിടെ വർത്താനം കേൾക്കുമ്പോഴാണല്ലോ.
ഇതിനേക്കാൾ ഭേദം അവിടെ വീണെങ്കിൽ ചത്താ മതിയായിരുന്നു. എന്തിനമ്മ അച്ഛൻ അടിക്കുന്നേ? ഉള്ള വേദനയുടെ കൂടെ ഇതും കൂടെ. അയ്യോ സോറി ശ്രീരജ, സോറി. മോളെ ശ്രീ, എന്റെ ഈ കാര്യം ശരിയാവുന്നവര് നീ നിന്റെ അമ്മയെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ആ അതെ, ഒടുവില് അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. എന്റെ അമ്മോ, എന്നെ കുറ്റപ്പെടുത്താൻ എന്തൊരു ഉത്സാഹം നോക്ക്. എന്നിട്ട് വണ്ടി ഇടിച്ചവർക്ക് താങ്ക്സ് പറയുന്നു. എന്നാ അവരുടെ കൂടെ പൊയ്ക്കൂടായിരുന്നു നിങ്ങക്ക്? ഓ എന്റെ കുഞ്ഞമ്മ ഒന്ന് വെറുതെ ഇരിക്കേ. ഇപ്പൊ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റിയ സമയമാണോ ഇവിടെ? ഒരാൾക്കൊരു ആപത്ത് വന്നിട്ട് അതിന് സമാധാനം പറയാതെ. അയ്യോ, അങ്ങനെ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുമായ ഇവൾക്ക്. പ്രായത്തിൽ നിന്നേക്കാൾ ചെറിയ കുട്ടികൾക്ക് വരെ നിന്നേക്കാൾ വിവരമുണ്ട്. ഇതിപ്പോ എന്നെ വന്ന് ഇടിച്ചവരാരാണെന്നോ എവിടെന്ന് വരുന്നതെന്നോ കല്യാണം കഴിച്ചവരാണോ എന്നോ ഒന്നും അറിയില്ല എനിക്ക്. ചോദിക്കാനും പോയില്ല ഞാൻ. ചിലപ്പോ വല്ല പ്രേമിച്ച് രാത്രി സഞ്ചാരം നടത്തുന്നവരായിരിക്കും. ഈ പ്രേമിച്ച് നടക്കുന്നവർക്ക് കണ്ണു കാണാൻ പറ്റാത്തത്. വീട്ടില് കാത്തിരിക്കാൻ ആളുണ്ടെന്ന് ഓർക്കാതെ ഒരു പാച്ചിലായിരിക്കും അവരെപ്പോഴും. ആ ശരിയാ ചിറ്റപ്പ, പ്രേമിക്കുന്നവര് പ്രപഞ്ചം മറന്ന എപ്പോഴും നടപ്പ്. അയ്യോ എന്റെ അമ്മേ. എന്താ ചിറ്റപ്പ, വേദന എടുത്തോ? ചിലപ്പോ കൂടി വരും, പിന്നെ ചെറിയൊരു ആശ്വാസം കിട്ടും, പിന്നെയും കൂടും. അയ്യോ അമ്മേ. അയ്യാ ഇരുന്ന് മോങ്ങുന്ന കണ്ടില്ലേ? പിന്നെ നടി ഞാൻ അവിടെ നിന്ന് ചിരിക്കണോ? നാശൂലം പിടിച്ചവളെ. അയ്യോ അമ്മേ. ആ വിളിക്ക്, അമ്മേ അച്ഛനെ കുടുംബത്തിലുള്ള എല്ലാവരും വിളിക്ക്. അപ്പൊ വേദന മാറിക്കിട്ടും. അതെ, വേദന മാറണമെങ്കിൽ ആശുപത്രി പോണം. അല്ല, ആ വണ്ടി ഇടിച്ചവരോടെ നിങ്ങക്ക് കുറച്ച് കാശ് ചോദിച്ചോടായിരുന്നോ ആശുപത്രി പോവാൻ? ഓ അതെങ്ങനെയാ? നീരേറ്റ് കോളനിയിലെ സുദർശൻ വലിയ അഭിമാനിയല്ലേ? അഭിമാനത്തിന്റെ കൂടെ കുറച്ച് വേദനയും കൂടെ പുഴുങ്ങി തിന്നാ മതി. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഓ എന്റെ കുഞ്ഞമ്മേ, കൈ എടുത്ത് തൊഴാൻ ഞാൻ. ചിറ്റപ്പന് കുറച്ച് സമാധാനം കൊടുക്ക്. ഇപ്പൊ റെസ്റ്റ് ആണ് വേണ്ടത്. എല്ലാരും അല്പം മിണ്ടാതെ അവരവരെ കാര്യം നോക്കി പോയേ. ചിറ്റപ്പൻ കുറച്ചേരം കാലനക്കാതെ കിടക്കട്ടെ. എഴുന്നേക്കയ്യോ. പതുക്കെ. അച്ഛൻ ഈ അവസ്ഥയിലിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഞങ്ങളുടെ കാര്യം പറയും? ഹലോ, ഞാൻ രാജാറാമ. നിന്നെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കണോ നീ? ഓഫായപ്പോ ചാർജിലിട്ടിരിക്കുക. എന്തൊരു രാജാറാം?
ചെറിയൊരു ആക്സിഡന്റ് വാർത്തയുണ്ട്. രഘുവും രേഖയും സഞ്ചരിച്ചിരുന്ന കാർ നമ്മുടെ സുദർശൻ ചേട്ടനെ ഇടിച്ച് താഴെയിട്ടു. വാട്ട്? ശ്രീലക്ഷ്മിയുടെ അച്ഛനെയോ? എന്നിട്ട്? പേടിക്കാനൊന്നുമില്ല, ചില മൈനർ ഇഞ്ചുറീസ്. ഈ വിവരം ഞാനറിഞ്ഞത് രഘു ചില ഫ്രണ്ട്സിന് ഷെയർ ചെയ്തപ്പോഴാണ്. ഏതായാലും ഞാനിതറിഞ്ഞെന്ന് അവർക്കറിയില്ല. അവരിത് നിന്നോട് രഹസ്യമായി സൂക്ഷിക്കുന്ന സ്ഥിതിക്ക് അവർ തിരിച്ചു വരുമ്പോ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട നീ. ശരി, ഞാനിപ്പോ തന്നെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പുറപ്പെടാം. നീ വരുന്ന ഒരു കമ്പനിക്ക്? ഏയ് വേണ്ട രവി, ഞാൻ പറഞ്ഞില്ലേ അതൊരു ചെറിയ ആക്സിഡന്റ് മാത്രമാ. അദ്ദേഹത്തിന് വലിയ പരുക്കൊന്നും പറ്റിയിട്ടില്ല. നീ ഉടനെ അങ്ങോട്ട് ചെന്നാൽ അവൾക്ക് അതിന്റെ പേരിലാവും ടെൻഷൻ മുഴുവൻ. ഞാനിതറിഞ്ഞ സ്ഥിതിക്ക് നീ ഈ വിവരം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചു എന്നേ ഉള്ളൂ. നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. രവി, എന്തുപറ്റി? ആരായിരുന്നു ഫോണില്? ഒന്നുമില്ലമ്മേ, രാജാറാം. എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അവൻ ലാൻഡ് ലൈനിൽ വിളിച്ചത്. എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല, ഓഫീസിലെ കാര്യം. അമ്മ പോയി കിടന്നോളൂ, നേരം ലേറ്റ് ആവുന്നുണ്ട്. രഘുവും രേഖയും പുറത്തു പോയിട്ട് ഇനിയും വന്നിട്ടില്ല. എന്താ ഇത്ര ലേറ്റ് ആവുന്നെന്നും അറിയില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. രണ്ടാളും മിന്നല് പോലെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാ. അവര് വന്നോളൂ അമ്മ, കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. കുറച്ചുകൂടെ നോക്കിയിട്ട് വന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം. അമ്മ പോയി കിടന്നുറങ്ങിക്കോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മനെ. അല്ലെങ്കിൽ വേണ്ട, നേരെ ഇത്രയല്ലേ. സാർ ഓൺലൈനിലുണ്ടല്ലോ. എന്നിട്ടൊരു മെസ്സേജെങ്കിലും അയച്ചോടേ സാറിന്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്താ മോളെ അവിടെ? ഉറക്കം വരുന്നില്ലേ നിനക്ക്? എന്റെ കാര്യം ഓർത്താണ് ഈ മോള് വിഷമിക്കണ്ട. ഈ വേദന 1-2 ദിവസം കൊണ്ട് മാറും. മോള് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങിക്കോ. ശരി അച്ഛാ. എന്നോട് എന്താണോ എന്തോ സാറിന് ഇത്ര ദേഷ്യം. ഇത്രയും നേരം ഓൺലൈനിലുണ്ടായിട്ടും
ഒരു മെസ്സേജ് പോലും അയക്കാൻ തോന്നാത്തത്ര ദേഷ്യം എന്തിനായിരിക്കും? അല്ലെങ്കിലും ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ ആവാനാ ചാൻസ്. ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടുന്നവരെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കും. കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവഗണനയാണ്. നമ്മളെ ഭ്രാന്ത് പഠിപ്പിക്കാൻ.